ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജെനി. പ്രഗ്നൻസി പോസിറ്റീവായി ഒരുപാട് സന്തോഷത്തോടെ ആദ്യത്തെ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് അതിൽ ഇല്ല എന്ന സത്യം മനസ്സിലാകുന്നത്. അത് കപ്പിൾസിന് ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 100 കേസ് പ്രഗ്നൻസി നമ്മൾ എടുക്കുവാണെങ്കിൽ അതിൽ ഒരു 15 തൊട്ട് 20 കേസിൽ 6 ആഴ്ച 7 ആഴ്ച 8 ആഴ്ച ഒക്കെ ആയാലും കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കാണാറില്ല. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വരാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ചിലപ്പോൾ ആ പ്രഗ്നൻസി മിസ്കാരേജ് ആകാൻ പോകുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം നോർമൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഹാർട്ട് ബീറ്റ് അൾട്രാസൗണ്ടിൽ എപ്പോഴാണ് കാണുന്നതെന്ന് നോക്കാം. മാക്സിമം എത്ര ടൈം വെയിറ്റ് ചെയ്യണമെന്ന് നോക്കാം. ആ ഒരു കാര്യം അറിയാതെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ 3 മാസം വരെ ഹാർട്ട് ബീറ്റ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഇപ്പോൾ മുന്നോട്ട് കൺസീവ് ചെയ്യാൻ വരെ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുവാണ്. ഹെൽത്ത് റിലേറ്റഡും ഒരുപാട് ഇഷ്യൂസ് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യവും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഈ ഒരു വെയിറ്റിംഗ് പീരീഡിൽ നിങ്ങൾ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് വരാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇനി ഹാർട്ട് ബീറ്റ് എല്ലാ കാര്യവും ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ല എങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്? ഈ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. IVF പ്രഗ്നൻസിയിൽ എപ്പോഴാണ് ഹാർട്ട് ബീറ്റ് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത്? IVF പ്രഗ്നൻസിയുടെയും എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുകയുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും മെസ്സേജ് അയക്കാനുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്കത് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വാട്സപ്പ് നമ്പർ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നൻസി കൺസീവ് ആയാൽ ഏകദേശം ഓവുലേഷൻ 14-ാം ദിവസം ആണെങ്കിൽ അത് കഴിഞ്ഞ് ഒരു 7 ദിവസത്തിനുള്ളിൽ എംബ്രിയോ യൂട്രസിന്റെ ഉള്ളിൽ ഇംപ്ലാന്റ് ആകും. ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ എംബ്രിയോ ബീറ്റ HCG ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ആക്ച്വലി പ്രഗ്നൻസിയിൽ പീരീഡ്സ് ആകാത്തത്. പീരീഡ്സ് മിസ് ആകുമ്പോൾ ആക്ച്വലി നിങ്ങൾ 4 വീക്സ് പ്രഗ്നന്റ് ആയിരിക്കും. നമ്മൾ ആ ടൈമിൽ സോണോഗ്രഫി ചെയ്ത് നോക്കുകയാണെങ്കിൽ ജസ്റ്റേഷണൽ സാക്ക് കാണാൻ പറ്റും. ഒരു വീക്ക് കഴിഞ്ഞ്, അതായത് 5 ആഴ്ചയിൽ സോണോഗ്രഫി ചെയ്ത് നോക്കിയാൽ ജസ്റ്റേഷണൽ സാക്കിന്റെ അകത്ത് യോഗ് സാക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെയും ഒരു വീക്ക് കഴിഞ്ഞ് സോണോഗ്രഫി ചെയ്ത് നോക്കുമ്പോൾ, അതായത് 6 ആഴ്ചയിൽ, അപ്പോൾ ഏകദേശം പീരീഡ്സ് മിസ്സായിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ജസ്റ്റേഷണൽ സാക്ക്, യോഗ് സാക്ക്, അതിൻ്റെ അകത്ത് ഫീറ്റൽ പോളും കാണും, അതായത് എംബ്രിയോയും കാണും. അതിൽ ഹാർട്ട് ബീറ്റും കാണാൻ പറ്റും. ഇതാണ് നോർമലായിട്ട് കാണുന്ന ഒരു ടൈം ലൈൻ. പക്ഷെ ചിലപ്പോൾ 6 ആഴ്ചയിൽ സോണോഗ്രഫി ചെയ്ത് നോക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് കാണാറില്ല. ചിലപ്പോൾ നിങ്ങളുടെ പ്രഗ്നൻസി ലേറ്റ് ആയിട്ട് കൺസീവ് ആയാലോ, ചില ആളുകൾക്ക് പീരീഡ്സ് ലേറ്റ് ആയിട്ടായിരിക്കും ആകുന്നത്. അതുകൊണ്ട് തന്നെ ഓവുലേഷൻ ലേറ്റ് ആയിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഈ മുഴുവൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ലേറ്റ് ആകും. അപ്പോൾ 6 ആഴ്ചയിൽ കാണേണ്ട ഹാർട്ട് ബീറ്റ് മുന്നോട്ട് പോയിട്ട് ഒരു 8 ആഴ്ചയിലോ 7 ആഴ്ചയിലോ ഒക്കെ ആയിരിക്കും കാണപ്പെടുന്നത്. ഇതാണ് ഡിലേഡ് കൺസെപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് പ്രഗ്നൻസി ആയിട്ട് നിങ്ങൾ സോണോഗ്രഫി ചെയ്ത് നോക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് കണ്ടില്ല എങ്കിലും നിങ്ങൾ ടെൻഷൻ ആകേണ്ട കാര്യമില്ല. ചിലപ്പോൾ പ്രഗ്നൻസി ലേറ്റ് ആയിട്ടായിരിക്കും കൺസീവ് ആയത്. അപ്പോൾ ഒരു 2 ആഴ്ച വെയിറ്റ് ചെയ്ത് വീണ്ടും സോണോഗ്രഫി ചെയ്ത് നോക്കുക. അപ്പോൾ ഹാർട്ട് ബീറ്റ് എന്തായാലും വന്നിട്ടുണ്ടാകും. ഇനിയും IVF പോലത്തെ കേസസിൽ നമ്മൾക്ക് അക്യുറേറ്റ്ലി എംബ്രിയോ എപ്പോഴാണ് ഇംപ്ലാന്റ് ആകുന്നതെന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് 6 ആഴ്ചയിൽ ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ല എങ്കിൽ അവിടെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്ത്, ഒരാഴ്ച വെയിറ്റ് ചെയ്ത് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോഴത്തേക്ക് ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടാകും. ഇനിയും ആദ്യം പറഞ്ഞ കേസിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട്, രണ്ടാമത്തെ IVFന്റെ കേസിൽ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ട് ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ല എങ്കിൽ ചിലപ്പോൾ അത് മിസ്ഡ് അബോർഷൻ അല്ലെങ്കിൽ മിസ്കാരേജ് ആകാൻ സാധ്യതയുണ്ട്. അതായത് ആ പ്രഗ്നൻസിയിൽ എംബ്രിയോ കറക്റ്റ് ആയിട്ട് ഫോം ആയിട്ടില്ല, അല്ലെങ്കിൽ ഫോം ആയ എംബ്രിയോ കറക്റ്റ് ആയിട്ട് ഗ്രോ ആകുന്നില്ല. അങ്ങനെയുള്ള കേസിൽ എന്തൊക്കെ സപ്പോർട്ടീവ് മെഡിസിൻസ് കൊടുത്താലും ആ ഒരു പ്രഗ്നൻസി ഹെൽത്തി പ്രഗ്നൻസി ആയിട്ട് മാറില്ല. മിസ്ഡ് അബോർഷൻ സംഭവിക്കുമ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് യാതൊരു സിംറ്റംസും ഉണ്ടാവണം എന്ന് ഒരു നിർബന്ധവുമില്ല.
ഒരു ബ്ലീഡിംഗ് പോലും നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായില്ലെന്ന് വരും. അപ്പോൾ അങ്ങനത്തെ കേസസിൽ ആ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഒന്നെങ്കിൽ മെഡിസിൻസ് ത്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഡിയാൻസ് ചെയ്യേണ്ടി വരും. അതാണ് ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ കാര്യം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പ്രഗ്നൻസി ടൈമിൽ ഹേർട്ട് ബീറ്റ് കിട്ടാഞ്ഞിട്ടും ടെർമിനേറ്റ് ചെയ്യാതെ മുന്നോട്ട് 2 മാസം കൊണ്ടുപോയിട്ട് ആ കുട്ടിക്കുണ്ടായ ദുരനുഭവങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രഗ്നൻസി ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഹേർട്ട് ബീറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട സമയം മാത്രം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഹേർട്ട് ബീറ്റ് വന്നിട്ടില്ല എങ്കിൽ ടെർമിനേറ്റ് ചെയ്യേണ്ടി തന്നെ വരും. ഇനിയും കുഞ്ഞിന്റെ ഹേർട്ട് ബീറ്റ് വരാത്തതിന്റെ കാരണം 90% ജനറ്റിക് ആയിരിക്കും. പേരൻസ് നോർമൽ തന്നെ ആയിരിക്കും, പക്ഷേ ആ പ്രഗ്നൻസി കൺസീവ് ആയ ടൈമിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, അതായത് ക്രോമോസോം ബ്രേക്ക് ആയിട്ട് ആ എംബ്രിയോയിൽ ജനറ്റിക് അബ്നോർമാലിറ്റി സംഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മിസ്ഡ് അബോർഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹേർട്ട് ബീറ്റ് ഇല്ലാതെ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അത് 1-2 പ്രാവശ്യമാണെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ 2 തവണയിലൊക്കെ കൂടുതൽ പ്രാവശ്യം ആയിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ജനറ്റിക് ടെസ്റ്റുകൾ, യൂട്രസിന്റെ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു തവണത്തെ പ്രഗ്നൻസിക്ക് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് നെക്സ്റ്റ് പ്രഗ്നൻസിയിലും അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ ആ കാര്യം ഓർത്ത് ടെൻഷൻ ആകേണ്ട കാര്യവും ഇല്ല. അപ്പോൾ 6ാമത്തെ ആഴ്ചയിൽ നിങ്ങളുടെ പ്രഗ്നൻസിയിൽ ഹേർട്ട് ബീറ്റ് വന്നിട്ടില്ല എങ്കിൽ ടെൻഷൻ ആകാതെ ഡോക്ടർ തരുന്ന പ്രൊജസ്ട്രോണിന്റെ സപ്പോർട്ടീവ് മെഡിസിൻ എടുത്തുകൊണ്ട് 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും റിപ്പീറ്റ് സോണോഗ്രഫി ചെയ്ത് നോക്കുക. ചില കേസസിൽ റിപ്പീറ്റ് സോണോഗ്രഫിയിൽ ഹേർട്ട് ബീറ്റ് വന്നിട്ടുണ്ടാകും. ഇനിയും ഹേർട്ട് ബീറ്റ് ആ ഒരു ടൈമിൽ റിപ്പീറ്റ് സോണോഗ്രഫിയിലും വന്നിട്ടില്ല എങ്കിൽ ആ പ്രഗ്നൻസിയിൽ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് ഹേർട്ട് ബീറ്റ് വരാത്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രഗ്നൻസി മുന്നോട്ട് ഹെൽത്തി ആകാൻ യാതൊരു ചാൻസും ഇല്ല. അപ്പോൾ അത് ടെർമിനേറ്റ് ചെയ്യുക തന്നെയാണ് നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തായാലും റിപ്ലൈ തന്നിരിക്കും. പേഴ്സണലി നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും മറ്റും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ അത് ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പർ എടുത്ത് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്.